എറണാകുളത്തെ കുടിവെള്ളക്ഷാമത്തിൽ കടവന്ത്ര വാട്ടർ അതോറിറ്റി ഓഫീസിൽ നാട്ടുകാരുടെ ഉപരോധം. കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായെന്നും അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സിജോ വർഗീസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സിജോ, എന്താണ് പ്രതിഷേധത്തിന് കാരണം? നിഷാദ്, എറണാകുളം നഗരത്തിൽ പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നം അത് വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല രീതിയിൽ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കടവന്ത്ര വാട്ടർ അതോറിറ്റിയുടെ കടവന്ത്ര ഓഫീസിന് മുന്നിലാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉള്ളത്. അതായത് കുടിവെള്ളം പല ആഴ്ചകളായി ഇവിടെ മുടങ്ങിയിട്ട് ആ കുടിവെള്ളം ലഭ്യമാക്കുന്നില്ല. ഒരു ഉറ്റ് വെള്ളം പോലും അവർക്ക് ലഭ്യമാകാത്തൊരു പ്രശ്നം ഉണ്ട്. ഈ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നിന്ന് കൊച്ചി നഗരമേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പ് പൊട്ടിയിരുന്നു. ആ പൈപ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വിടുന്നതിൽ അത് സമയബന്ധിതമായി ഈ വിദൂര മേഖലകളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്ന ഒരു കാര്യം. ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ കലങ്ങളൊക്കെയായി വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട്. എന്താണ് പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത്? വെള്ളം കിട്ടുന്നില്ല. 7 ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അതിനാണ് ഈ പ്രതിഷേധ സമരം. കിട്ടുന്നവരെ നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? കലൂർ ആശ്രമ ലൈനിലാണ്. ഞങ്ങൾക്ക് 12 ദിവസമായി ഇന്നത്തേക്ക് വെള്ളം വന്നിട്ട് പിള്ളേർക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഇപ്പോഴും ഇന്നലെയും വന്നിട്ടില്ല. ഇന്നലെ വരുമെന്നുകൊണ്ട് ഇന്നലെയും വെള്ളം വന്നിട്ടില്ല. എന്തായാലും ഈ എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായും കലൂര്, അതുപോലെ തന്നെ കടവന്ത്ര, തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. പല റെസിഡൻസ് അസോസിയേഷനിൽ നിന്നുള്ള ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാവരും ഈ മേഖലയിൽ ഇവിടെ വന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറയുന്നത് കുടിക്കാനെങ്കിലും ഒരു ഇത്തിരി വെള്ളം നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പലവട്ടം പ്രതിഷേധങ്ങൾ നടത്തി. ആ പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴൊക്കെ താൽക്കാലികമായി ഈ പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അറ്റകുറ്റപ്പണികൾ, അതായത് പൈപ്പ് പൊട്ടിപ്പോകുന്നു. ആ പൈപ്പ് പൊട്ടിപ്പോകുമ്പോൾ അത് അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ, ആ ജോലികൾ ചെയ്യുന്നതിനെല്ലാം തന്നെ തടസ്സമുണ്ട്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള പരാതിയാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒരു പരിഹാരം ആണ് പൂർണ്ണമായും ഇവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിവെള്ളം മുടങ്ങുമ്പോൾ അതിന് പകരം സംവിധാനം വാട്ടർ അതോറിറ്റി ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ടാങ്കറുകളിൽ വെള്ളം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അത് റെസിഡൻസ് അസോസിയേഷനുകളോ ജനകീയ കൂട്ടായ്മകളോ ജനപ്രതിനിധികളോ ഇടപെട്ട് നടത്തുന്ന ഒരു താൽക്കാലിക സംവിധാനം. പക്ഷേ അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു ഉന്നയിക്കുന്ന ഒരു പരാതി. എന്തായാലും കുടിവെള്ളം ക്ഷാമം അത് എറണാകുളം ജില്ലയിൽ നഗരങ്ങളിൽ വിവിധ മേഖലകളിൽ എറണാകുളം നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കടവന്തരയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. സിജോ വിവരങ്ങൾ നൽകിയത്.